ടൂൾസ് തകേ വെൽക്കം ടു കോയ കോളിംഗ്. ഹലോ ജാക്കി പോയിന്റ് സ്പീക്കിംഗ്. சொல்லுங்க தலைவரா. നിങ്ങൾ ഇസ്ലാമിനെ വികലമായിട്ട് മനസ്സിലാക്കിയിരിക്കില്ല. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ നിങ്ങൾ പറഞ്ഞ വിശുദ്ധ ഖുർആനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും പറഞ്ഞത് ഓരോന്നും അബദ്ധങ്ങളാണ്. എന്തോ എങ്ങനെ? നിങ്ങൾ പറഞ്ഞത് മുഴുവൻ അബദ്ധങ്ങളാണ്. ദൈവത്തെ ഓർത്ത് ഈ വെടി ഒന്ന് നിർത്ത്. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ അബദ്ധങ്ങളാണ്. അതിൽ ഒരെണ്ണം എക്സാമ്പിൾ പറയൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പി കല്ലെടുക്കുന്നത് പോലെ നിസ്സാരമാണ്. നിങ്ങൾ പ്രവാചകൻ ആദ്യം വിവാഹം കഴിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം? പ്രവാചകനെ ഫസ്റ്റ് വിവാഹം കഴിച്ച 25-ാമത്തെ വയസ്സിലാണ്. അതിനിപ്പോ എന്താ പ്രശ്നം? സത്യത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? പിന്നെ കഴിച്ചൊക്കെ ഒരു കന്യകനെ മാത്രം കഴിച്ചു. ആശീർവാദ തന്നെ വിവാഹം കഴിച്ചു. കന്യക ചില നേരത്തെ ഇവന്റെ വിടല് കേട്ടാണ്ടല്ലോ. ഇങ്ങനെ പോലെ കെട്ടുകൾ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. പിന്നെ കന്യക എന്ന് പറയരുത്, പിഞ്ചുകുട്ടി. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. കന്യകാരന്റെ അടുത്താണ് വിവാഹം കഴിക്കാത്ത സ്ത്രീ. വിവാഹം കഴിക്കാത്ത സ്ത്രീയാണോ കന്യക? പിന്നെന്താ? അപ്പൊ 1.5 വയസ്സുള്ള കുട്ടി കല്യാണം കഴിക്കാതെ അതിനെയും കന്യക എന്നാണോ വിളിക്കുക? പരിപ്പ് എന്തില്ലല്ലേ? അത്രയ്ക്ക് മോശമായോ എന്റെ ചോദ്യം? നമ്മൾ നേരിട്ട് കാണാൻ പറ്റും, നമുക്ക് സംസാരിക്കാനാ. ഫോണിലൂടെ അങ്ങ് തീർക്കാന്ന്. എന്തിനാ ഇപ്പൊ നേരിട്ട് കാണണേ? ഇത്രയും വലിയ സൗകര്യമുള്ള പിന്നെ ഇപ്പൊ നേരിട്ട് കണ്ടിട്ട് കത്തിയും വാളും വടിവാളൊക്കെ എടുക്കാനല്ലേ? ഇവിടെ നിങ്ങൾക്ക് പറയാൻ സൗകര്യം ഉണ്ട്, ഇപ്പൊ പറഞ്ഞോളൂ. എന്തായി സാർ? കൊളായി. പക്ഷേ ഇവിടെ ഇപ്പൊ പ്രശ്നം അതല്ല. നിങ്ങൾക്ക് കുട്ടിയുണ്ടോ? ആ, കുട്ടികളൊക്കെ ഉണ്ട്. ഹെവനല്ലേ? കാണും. എത്ര കുട്ടികളുണ്ട്? എനിക്ക് 3 ആളുണ്ട്. ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ? 2 മോനും 1 മോളും ഉണ്ട്. മോൾക്ക് എത്ര വയസ്സായി? നിന്റെ കൊച്ചിന് എത്ര വയസ്സുണ്ടാ? മോൾക്കിപ്പോ +2 കഴിഞ്ഞു. അവള് 6-ാം വയസ്സിൽ കെട്ടിച്ചു വിട്ടതാണോ? മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഗാന്ധി വിവാഹം കഴിച്ചത് കസ്തൂർബയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം? ഗാന്ധിജി മാനവരിൽ മഹോന്നതനാണോ? ഹസനയാണോ? ഇന്ന് സമൂഹത്തില് ഇപ്പൊ ഒരു 30-40 വർഷം മുമ്പേ ഗാന്ധിജി ഉസ്വത്തുൽ ഹസനയാണെന്ന് ഗാന്ധിജി നമ്മളെ പറഞ്ഞിട്ടുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ കല്യാണത്തിന്റെ വയസ്സ് ചോദിച്ചു. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഗാന്ധിജി ഉസ്വത്തുൻ ഹസനയാണോ? ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതെ രക്ഷ. അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണ്. കിടന്ന് ഉരുളല്ലേ? രാഷ്ട്രപിതാവ് ആയിക്കോട്ടെ, ആരുടെ പിതാവും ആയിക്കോട്ടെ, ഉസ്വത്തുൻ ഹസനയാണോ? ഉത്തമ മാതൃക. അദ്ദേഹത്തിൽ കുറെ മാതൃകയുണ്ട്, പക്ഷെ പൂർണ്ണമായ മാതൃകയാണ് എന്ന് ഗാന്ധിജി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ? എല്ലാവരും ഗാന്ധിജിയെ പോലെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? നീ മനസ്സിലാക്കേണ്ട വെച്ചാല് ആ കാലഘട്ടത്തിൽ അവിടെ നിൽക്കട്ടെ, ചോദിച്ചതിന് ഉത്തരം പറ. ചോദിച്ചിട്ട് വലിയ യമണ്ടൻ ചോദ്യമൊക്കെ ആയിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, പ്രവാചകനെ വിമർശിച്ച ആളുകളെ നിങ്ങൾ ആദ്യം ചോദിച്ചു പോയാൽ മതി. ശ്രീകൃഷ്ണൻ ഉസ്വത്തുൻ ഹസനയാണോ? മുഹമ്മദ് നബി ഉസ്വത്തുൻ ഹസനയാണോ? ഇതിൽ ആരൊക്കെയാണ് ഉസ്വത്തുൻ ഹസന എന്ന് പറയൂ. 100% പ്രവാചകൻ ഹസനയാണ്. അപ്പൊ പിന്നെ പ്രവാചകൻ 6-ാം വയസ്സിൽ ചെറിയ പിഞ്ചു കുട്ടീനെ കെട്ടിയാൽ അതുകൂടെ വിമർശിച്ചിരിക്കും. അന്നേരം കിടന്ന് സമയമുണ്ടോ? ഇസ്ലാമിനെ പ്രവാചകൻ കഴിയുമ്പോ പറയും. അതാണ് പ്രവാചകൻ നടപ്പിലാക്കിയത്. നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോ പറയും. നിങ്ങളുടെ മണ്ടത്തരം പറഞ്ഞു കഴിയുമ്പോ പറയും. മണ്ടത്തരം നീയാ പറയണതേ. ഒന്ന് നിർത്ത്.
ഈ വെറും മണ്ടത്തരം പറയാം. നിങ്ങളുടെ മണ്ടത്തരം കഴിയുമ്പോൾ പറയും, എന്നിട്ട് വേണം എനിക്ക് എന്റെ മണ്ടത്തരം പറയാം. അതിന് വേണ്ടിട്ടാ. ഈ വെറും സംഖ്യയിൽ നിന്ന് ഫണ്ട് മറ്റേ തെരമാടിത്തം പറഞ്ഞു നടക്കില്ലടോ. വെറും സംഖ്യയുടെ അല്ല, ഫണ്ട് വാങ്ങിക്കില്ല. കൊടും സംഖ്യയിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കില്ലേ? സംഖ്യ പിന്നെ ജൂതന്റെ ഉണ്ട്. നിങ്ങളൊന്ന് ഈ നിർത്ത്, എന്നിട്ട് സമാധാനമായിട്ട് സംസാരിക്കും. 2 ഡീപ് ബ്രത്ത് എടുക്ക്, 2 സലാത്തിയല്ലേ, 2 ദിക്കറിയല്ലേ, ലാ പറഞ്ഞേ. അത് നടക്കില്ല. ഞങ്ങൾ കക്കൂസ് പൊളിച്ചിട്ട് ജയിലിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ശ്രമിക്കണേ. മനസ്സിലായി അങ്ങനെ വഴിക്കുക. ആശയപരമായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. 6-ാം വയസ്സിൽ പെൺകുട്ടീനെ കെട്ടിയിട്ട് അത് തെണ്ടിത്തരാണ്. വേറെ ആരും ഉസ്വത്തുൻ ഹസനയാണോ? ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉസ്വത്തുൻ ഹസനയാണോ? തെറ്റാണെങ്കിൽ അന്നത്തെ അന്നെ പോലെ ബുദ്ധിജീവികൾ അന്നുണ്ടല്ലോ, മന്ദബുദ്ധികള്. ആരാലും പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടല്ലോ, അബൂബക്കർ പറഞ്ഞിട്ടുണ്ടല്ലോ. ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റാ. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമുട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു. മാന്യമായിട്ട് സംസാരിക്കണ്ടോ? സൗകര്യമാണ്. സംവാദമുണ്ടോ? ആരുമായിട്ട്? അന്റെ സൗകര്യമാണ്. മേല് വേണം, ഇറച്ചിമിന് മണ്ണാവും. മര്യാദയ്ക്ക് സംസാരിച്ചോണ്ടി കേട്ടോ. കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. മര്യാദയ്ക്ക് സൗകര്യമില്ല സൗകര്യമില്ല. ആളുകൾ കണ്ടിട്ടില്ല. സമ്മാനം പറഞ്ഞ് ജീവിക്കണ്ട. സൗകര്യമില്ല. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ. ഗുണ്ടയാണല്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. ഇസ്ലാം നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്റെ തലവെട്ടാനും എന്റെ കൈവെട്ടാനും തന്നെയാണ്. അപ്പൊ ഏതായാലും കൈവെട്ടാനുള്ള നിങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചതിന് വലിയ നന്ദിയുണ്ട്. ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ തനി. ഏതായാലും NIAB upon you. ദേഷ്യം വന്നപ്പോ ഞാൻ സംസാര ഭാഷയിൽ അല്പം പിന്നോക്കം പോയി. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക് വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. ഓക്കെ, ഏതായാലും താങ്കളുടെ ഇച്ഛ പ്രകടിപ്പിച്ചതിൽ വലിയ നന്ദി. സമർത്ഥിക്കും. നിങ്ങൾ കൊണ്ടുപോവാ, മുജാദ് വാലിശ്ശേരിനെ കൊണ്ടുപോവാ. ഏതെങ്കിലും അസുഖീനൊക്കെ കൊണ്ടുപോവാ. എന്തായി കൊണ്ടുവരാത്തത്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഭീഷണിപ്പെടുത്തിയിട്ട് മതിയായില്ലേ? ഭീഷണിപ്പെടുത്തിയ മതിയായ ആളാണ് കത്തിയതാ. ഞാൻ പറഞ്ഞല്ലോ, നേരിട്ട് സംസാരിച്ച നിങ്ങൾ കത്തിയും വടിവാളായിരിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ തക്കിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, നിങ്ങളുടെ പരിപാടി, നിങ്ങളുടെ പരിപ്പ് എന്താണെന്നുള്ളതേ നന്നായിട്ട് അറിയുന്ന ആളാ ഞാൻ. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങോട്ട് എടുക്കാൻ നിൽക്കണ്ട. ഓക്കെ, കളിക്കരുത്, കളിച്ചാ കളി പഠിപ്പിക്കും. പറഞ്ഞത് കേട്ടില്ലയോ? ഇറങ്ങി പോടാ. പ്രശ്നമൊക്കെ തീർന്നല്ലോ, എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. പിരിഞ്ഞ് പക്ഷേ